ഹലോ ഫ്രണ്ട്സ്, ജൂലൈ 4-ന് ഫയർ വുമൺ ഫയർമാൻ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫയർഫോഴ്സ് അഥവാ ഫയർമാൻ്റെയും ഫയർ വുമൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ ജീവനും സ്വത്തും അഗ്നിബാധയിൽ നിന്നും മറ്റും മറ്റ് അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഫയർ സർവീസിന്റെ ലക്ഷ്യം. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ബേസ് അറിഞ്ഞിരിക്കണം. എന്താണ് ഫയർ സർവീസിന്റെ ലക്ഷ്യം? എന്താണ്? ജനങ്ങളുടെ ജീവനും സ്വത്തും അഗ്നിബാധയിൽ നിന്നും മറ്റും അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഫയർ സർവീസിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് നോക്കാം. നമ്മൾ സിലബസിലുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് രണ്ട് രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്നത്. അതിൽ തന്നെ ഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 9 മാർക്കും, പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 9 മാർക്കും, പിന്നെ IT ആക്ടിലെ 2 മാർക്കും എന്നിങ്ങനെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 9 മാർക്കിന്റെ ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഫയറിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജ്വലനം എന്നാണ് കേട്ടോ. ജ്വലനം. ഈ ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്നാണ് പറയുന്നത് കേട്ടോ. ജ്വലനം അഥവാ അഗ്നി. ഈ അഗ്നി അഥവാ ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്താണ്? ഈ ജ്വലനശീലമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം കേട്ടോ. അപ്പൊ എന്താണ്? ജ്വലനശീലമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് നമ്മൾ ജ്വലനം അഥവാ അഗ്നി എന്ന് പറയുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശവും, അഗ്നിക്കൊരു പ്രകാശത്തിന്റെ നിറവില്ല, ലൈറ്റിന്റെ നിറവും അതുപോലെ തന്നെ ചൂടുമല്ല അഗ്നി. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയയാണ് ജ്വലനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റ്. ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. കത്തിക്കാനുള്ള ഇന്ധനം, ഓക്സിജന്റെ ഉറവിടം, താപത്തിന്റെ ഉറവിടം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട 3 ഘടകങ്ങളിൽ പെട്ടത് ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ്? കത്തിക്കാനുള്ള ഇന്ധനം, ഓക്സിജന്റെ ഉറവിടം, താപത്തിന്റെ ഉറവിടം എന്നിവയാണ് ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട 3 പ്രധാന ഘടകങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്. ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ ഇന്ധനം എന്നും ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു. പഠിച്ചു വെക്കണം. ജ്വലനം അഥവാ അഗ്നിക്ക് വിധേയമാകുന്ന വസ്തുവിനെ ഇന്ധനമെന്നും, അഗ്നിക്ക് വിധേയമാകുന്ന വസ്തുവിനെ എന്താണ് പറയുന്നത്? ഇന്ധനമെന്നും, ഓക്സിജന്റെ ഉറവിടത്തെ ഓക്സിഡൈസർ കേട്ടോ, ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു. ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഖരമോ ദ്രാവകമോ വാതകമോ ആവാം. പഠിച്ചു വെക്കണം. എന്താണ്? ഇന്ധനവും ഓക്സിഡൈസറും വേണമെങ്കിൽ എന്താണ്? തീ കത്താൻ അതായത് അഗ്നി ഉണ്ടാവാൻ എന്താണ്? ഇന്ധനവും ഓക്സിഡൈസറും രണ്ടും വേണ്ടായോ? അപ്പൊ ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഖരമോ ദ്രാവകമോ വാതകമോ ആകാം. അതായത് ഖരാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലായിരിക്കാം, അല്ലെ വാതകാവസ്ഥയിലായിരിക്കാം ജ്വലനം ഉണ്ടാവാനുള്ള ഇന്ധനവും ഓക്സിഡൈസറും ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റ്. ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. ഈ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്നത് എക്സോസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. എക്സോസ്റ്റ്. അപ്പൊ എന്താണ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. ഈ രാസപദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എക്സോസ്റ്റ്. മറക്കരുത്, 1 മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അഗ്നിയുടെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും തുടർച്ചയായ ലഭ്യതയെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, ഒരു അഗ്നി, ഒരു ജ്വലന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വേണം? അതിന് തീ കത്താൻ വേണ്ടിയുള്ള എന്താണ്? അതിനുള്ള വസ്തു വേണം. ഇപ്പോൾ ഒരു പേപ്പർ കത്തിക്കുക, പേപ്പർ മൊത്തം കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കത്തുവോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ വസ്തു വേണം. അതുപോലെ തന്നെ ഓക്സിജന്റെ തുടർച്ചയായിട്ടുള്ള ലഭ്യതയും ആശ്രയിച്ചിരിക്കും. പഠിച്ചു വെക്കണം. അഗ്നിയുടെ നിലനിൽപ്പ്, അതായത് ജ്വലനം അഥവാ അഗ്നിയുടെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും
തുടർച്ചയായ ലഭ്യതയെ ആശ്രയിച്ചായിരിക്കും. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്, ജ്വലനത്തിന്റെ ഫലമായി ചൂടും പ്രകാശവും പുകയും മറ്റു വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പഠിച്ചു വെക്കണം, ജ്വലനത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെയാണ്? ചൂടും പ്രകാശവും പുകയും മറ്റ് വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ജ്വലനത്തിന്റെ ചില സാധാരണ ഉദാഹരണങ്ങളാണ് ഒരു കാർ ഓടിക്കാൻ പെട്രോൾ കത്തിക്കുന്നത്, ഒരു സ്റ്റൗവിൽ പാചകം ചെയ്യാൻ പ്രകൃതിവാതകം കത്തിക്കുന്നതൊക്കെ ജ്വലനത്തിന്റെ സാധാരണ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. എന്താണ്? ഒരു സ്റ്റൗവിൽ എന്താണ് പാചകം കത്തിക്കാൻ പ്രകൃതിവാതകം കത്തിക്കുന്നത് ഒരു ജ്വലനത്തിന്റെ അഗ്നിയുടെ ഒരു സാധാരണ ഉദാഹരണമാണ്. അതുപോലെ തന്നെ കാർ ഓടിക്കാൻ പെട്രോളൊക്കെ കത്തിക്കുന്നതും ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് വരുന്നത്, സാധാരണ ഉദാഹരണങ്ങളായിട്ടാണ് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനം പല വിധത്തിലാണ് കേട്ടോ. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനം എത്രയാണ്? 3 തരത്തിലാണ് രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനം ഉള്ളത്. ഒന്നാമത്തേത് ദ്രുതഗതിയിലുള്ള ജ്വലനം. ദ്രുതഗതിയിലുള്ള ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം താപവും പ്രകാശവും പുറത്തുവിടുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ധനങ്ങൾ കത്തുന്നത്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് എക്സാമ്പിൾ സഹിതം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഇന്ധനങ്ങൾ കത്തുന്നത് ഏത് രാസപ്രവർത്തന വേഗത, ജ്വലനത്തിന്റെ ഏത് രാസപ്രവർത്തന വേഗത അനുസരിച്ചാണെന്ന് ചോദിക്കാം. ഏതാണ്? ദ്രുതഗതിയിലുള്ള ജ്വലനത്തിന്റെയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനം 3 തരത്തിലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെയാണ് ദ്രുതഗതിയിലുള്ള ജ്വലനം. ദ്രുതഗതിയിലുള്ള ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം താപവും പ്രകാശവും പുറത്തുവിടും. നമ്മൾക്കറിയാം, എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്? ഇന്ധനം കത്തുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ സമയത്തിനുള്ളിലല്ലേ പെട്ടെന്ന് കത്തുന്നത് ഇന്ധനങ്ങൾ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. അപ്പോൾ ഇന്ധനങ്ങൾ കത്തുന്നത് ദ്രുതഗതിയിലുള്ള ജ്വലനത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തേത് മന്ദഗതിയിലുള്ള ജ്വലനം. മന്ദഗതിയിലുള്ള ജ്വലനം അതായത് ഇതിൽ വളരെ കുറഞ്ഞ അളവിലുള്ള താപമോ പ്രകാശമോ പുറത്തുവിടുന്നു. എക്സാമ്പിൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് കേട്ടോ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എങ്ങനെയാണ്? വളരെ മന്ദഗതിയിലുള്ള തുരുമ്പിക്കുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. രണ്ടാമത്തെയാണ് മന്ദഗതിയിലുള്ള ജ്വലനമാണ്. ഇതിൽ വളരെ കുറഞ്ഞ അളവിലുള്ള താപമോ പ്രകാശമോ പുറത്തുവിടുന്നു. എക്സാമ്പിൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്ഫോടനം. സ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ചൂടും ശബ്ദവും പ്രകാശവും വലിയ മർദ്ദത്തിൽ പുറത്തുവിടുന്നു. നമുക്കറിയാം, സ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഫോടനം നടക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ലേ പൊട്ടിത്തെറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെയധികം ചൂടും ശബ്ദവും പ്രകാശവും വലിയ മർദ്ദത്തിൽ പുറത്തുവിടുന്നതിനാണ് സ്ഫോടനം എന്ന് പറയുന്നത്. സ്ഫോടനത്തിന് ഉദാഹരണങ്ങളാണ് വെടിമരുന്ന്, ഡൈനാമിറ്റ് തുടങ്ങിയവ കത്തുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, വെടിമരുന്ന്, ഡൈനാമിറ്റ് തുടങ്ങിയവ കത്തുന്നത് ജ്വലനത്തിന്റെ ഏത് രാസപ്രവർത്തന വേഗതയിലാണ്? സ്ഫോടനാത്മക വേഗതയിലാണ് കേട്ടോ, സ്ഫോടനത്തിന്. അപ്പം രാസപ്രവർത്തന വേഗത അനുസരിച്ചുള്ള ജ്വലനങ്ങൾ 3 തരത്തിലാണ് ഉള്ളത്. ദ്രുതഗതിയിലുള്ള ജ്വലനം, മന്ദഗതിയിലുള്ള ജ്വലനം, പിന്നെ സ്ഫോടനം. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ടെലഗ്രാം പ്ലസ് വാട്സാപ്പിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. ഈ ഒരു ക്ലാസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്ലസ് നമ്മുടെ ഫയർമാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ 2025 മുതലുള്ള എല്ലാ മന്തിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കുന്നതായിരിക്കും. അതിൻ്റെ എല്ലാ PDF ക്ലാസ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ബാച്ച് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെ ആയിരിക്കും ഈ ഒരു ബാച്ചിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആയിരിക്കും. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ പോലും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഈ ഒരു ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഫയർമാൻ പ്ലസ് CA എന്ന് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഫയർമാൻ ക്ലാസ് കണ്ടിട്ടാണ് വരുന്നതെന്നൊന്ന് വാട്സപ്പിലോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫയർമാൻ്റെ നോട്ടും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഫയർമാൻ്റെ നോട്ടുകളും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ. ക്ലിയർ ആണ്? ഇപ്പോൾ ഒരു ഓഫർ പോലെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ എടുക്കുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ടും ഇനി എടുക്കാൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് നോട്ടുകളെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണ്? അപ്പോൾ 200 രൂപയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫയേഴ്സ് ബാച്ച് ആയിരിക്കും കേട്ടോ.
അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് വയ്ക്കാം. ജ്വലന ത്രികോണം അഥവാ ഫയർ ട്രയാങ്കിൾ, അഗ്നി ത്രികോണം എന്ന് പറയും കേട്ടോ. പഠിച്ചു വെക്കണം. ജ്വലന ത്രികോണം. എന്താണ് ജ്വലന ത്രികോണം അഥവാ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ. അതായത് ജ്വലനം നടക്കുന്നതിനാവശ്യമായ താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ 3 ഘടകങ്ങളെ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളായി ചിത്രീകരിക്കുന്നു. അതിനെയാണ് ജ്വലന ത്രികോണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വശമില്ലെങ്കിൽ ത്രികോണം ഇല്ലാത്തതുപോലെ ഈ 3-ൽ 1ന്റെ അഭാവത്തിൽ ജ്വലനം സാധ്യമല്ല. അപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്? നമ്മുടെ ഓക്സിജൻ വേണം, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം, ഫ്യൂവൽ വേണം. ഇത് ത്രികോണാകൃതിയിലല്ലേ, ഇതിനെയാണ് ജ്വലന ത്രികോണം എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ഇല്ല എങ്കിൽ എന്താണ്? ത്രികോണം ഇല്ലാതെ പോകത്തില്ലേ? ത്രികോണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ്? ജ്വലനം സാധ്യമല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 3ഉം ത്രികോണാകൃതി നിന്നെങ്കിൽ മാത്രമേ എന്താണ് ജ്വലനം സാധ്യമാവുകയുള്ളൂ. അപ്പൊ പഠിച്ചു വെക്കണം. ജ്വലനം നടക്കുന്നതിനാവശ്യമായ താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ 3 ഘടകങ്ങളെ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളായി ചിത്രീകരിക്കുന്നതിനെയാണ് ജ്വലന ത്രികോണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വശമില്ലെങ്കിൽ ത്രികോണം ഇല്ലാത്തതുപോലെ ഈ 3-ൽ 1ന്റെ അഭാവത്തിൽ ജ്വലനം സാധ്യമല്ല. അപ്പൊ ഇത് 3ഉം എന്താണ്? ജ്വലനത്തിന് ആവശ്യമായ ഘടകങ്ങളാണ്. ഫ്യൂവൽ, ഇന്ധനം, ഓക്സിജൻ, താപം അഥവാ ഹീറ്റ്. ക്ലിയർ ആണ് ജ്വലന ത്രികോണം. ഇനി ജ്വലനം 2 രീതിയിൽ സംഭവിക്കുന്നു കേട്ടോ. ജ്വലനം 2 രീതിയിൽ സംഭവിക്കുന്നു. ഏതൊക്കെയാണ്? സ്മൗൾഡറിംഗ് ഫയറും അതുപോലെ തന്നെ വേപ്പർ ഫേസ് ഫയറും. നോക്കാം. സ്മൗൾഡറിംഗ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരപദാർത്ഥങ്ങളുടെ ഉപരിതലത്തിലെ തന്മാത്രകൾ നേരിട്ട് ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നതാണ്. പഠിച്ചു വെക്കണേ. സ്മൗൾഡറിംഗ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരപദാർത്ഥങ്ങളുടെ ഉപരിതലത്തിലെ തന്മാത്രകൾ നേരിട്ട് ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നതിനാണ് സ്മൗൾഡറിംഗ് ഫയർ എന്ന് പറയുന്നത്. ഇനി വേപ്പർ ഫേസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പദാർത്ഥങ്ങളും ബാഷ്പാവസ്ഥയിലേക്ക് മാറിയതിനു ശേഷമാണ് കത്തുന്നത്. പഠിച്ചു വെക്കണം. വേപ്പർ ഫേസ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂരിഭാഗം പദാർത്ഥങ്ങളും ബാഷ്പാവസ്ഥയിലേക്ക് മാറിയതിനു ശേഷമാണ് കത്തുന്നത്. അതുപോലെ തന്നെ ഇന്ധന ബാഷ്പവും ഓക്സിജനും ചേർന്ന മിശ്രിതം ജ്വലിക്കുന്ന ഭാഗമാണ് ജ്വാല അഥവാ ഫ്ലെയിം ആയി കാണപ്പെടുന്നത്. പഠിച്ചു നോക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ജ്വാല അഥവാ ഫ്ലെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇന്ധന ബാഷ്പവും ഓക്സിജനും ചേർന്ന മിശ്രിതം ജ്വലിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ജ്വാല അഥവാ ഫ്ലെയിം ആയി കാണപ്പെടുന്നത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്താണ് ജ്വാല എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. ജ്വാല അഥവാ ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാസപ്രവർത്തന മേഖല വളരെ കനം കുറഞ്ഞ ഒരു ഭാഗമാണ്. ജ്വാലയുടെ അകം പൊള്ളയാണ് കേട്ടോ. അപ്പം നമുക്കറിയാം എന്താണ് ജ്വാല എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മേളിൽ വരുന്നില്ല ഫ്ലെയിംസ് ആയിട്ട് നമ്മൾ കാണുന്നില്ല. തീ കത്തുമ്പോൾ നമ്മൾ കാണുന്നില്ല ഫ്ലെയിംസ് ആയിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിനെയാണ് ജ്വാല അഥവാ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ആ രാസപ്രവർത്തന മേഖല വളരെ കനം കുറഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ. ആ ഒരു ജ്വാലയായിട്ട് പോകുന്ന ഭാഗം എന്താണ്? വളരെ കനം കുറഞ്ഞ ഒരു ഭാഗമാണ്. ജ്വാലയുടെ അകം പൊള്ളയാണ്. പിന്നെ ഇന്ധന ബാഷ്പത്തിന്റെയും വായുവിന്റെയും ചലനത്തിനനുസരിച്ച് ജ്വാലയുടെ സ്ഥാനവും ചെറിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഫ്ലെയിംസ് വെറുതെ ഇങ്ങനെയാണോ കത്തിക്കൊണ്ടിരിക്കുന്നത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടത്തില്ലേ? അപ്പൊ എന്താണ് അതിന്റെ കാരണം? എന്താണ്? ഇന്ധന ബാഷ്പത്തിന്റെയും വായുവിന്റെയും ചലനത്തിനനുസരിച്ച് ജ്വാലയുടെ സ്ഥാനവും ചെറിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഉന്നത ഊഷ്മാവിൽ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കും കേട്ടോ. അപ്പോൾ ഉന്നത ഊഷ്മാവിൽ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കും. ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെ പറയുന്നത് ഡിഫ്യൂഷൻ ഫ്ലെയിം എന്നാണ് കേട്ടോ. അഥവാ ഡിഫ്യൂഷൻ ജ്വാല എന്നാണ്. പഠിച്ചു വെക്കണം. ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ ഫ്ലെയിം കേട്ടോ. ഡിഫ്യൂഷൻ ഫ്ലെയിം. ക്ലിയർ ആണ്? ഇനി അടുത്ത നോക്കാം. ഡിഫ്യൂഷന്റെ നിരക്ക് ജ്വാലയുടെ വലിപ്പത്തെയും ജ്വലന നിരക്കിനെയും സ്വാധീനിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡിഫ്യൂഷന്റെ നിരക്ക് ജ്വാലയുടെ വലിപ്പത്തിനെയും ജ്വലന നിരക്കിനെയും സ്വാധീനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പുകയെ കുറിച്ചാണ്. പുക അഥവാ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാമല്ലോ. എന്താണ്? ചൂടുള്ള വാതകങ്ങൾ, അതിസൂക്ഷ്മങ്ങളായ ജലകണികകൾ, ഖരാവസ്ഥയിലുള്ള കാർബൺ കണികകൾ എന്നിവയുടെ മിശ്രിതമാണ്. അപ്പോൾ പുക അഥവാ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടുള്ള വാതകങ്ങൾ, അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള ജലകണികകൾ, ഖരാവസ്ഥയിലുള്ള കാർബൺ കണികകൾ എന്നിവയുടെ മിശ്രിതത്തെയാണ് നമ്മൾ പുക അഥവാ സ്മോക്ക് എന്ന് പറയുന്നത്. പുക ശ്വസിക്കുന്നത് മൂലം മരണമുണ്ടാകാനുള്ള കാരണങ്ങളാണ് ഓക്സിജന്റെ ലഭ്യതക്കുറവ്, ഉയർന്ന ഊഷ്മാവിൽ ആന്തരിക അവയവങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷതം,
വിഷകരമായതോ രാസപരമായതോ പ്രതിപ്രവർത്തിക്കുന്നതോ ആയ വാതകങ്ങളുടെ സാന്നിധ്യം, ഖരാവസ്ഥയിലുള്ള കണികകളുടെ അമിതമായ സാന്നിധ്യം എന്നിവയൊക്കെയാണ് പുക കൊണ്ടുള്ള മരണം ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി, പുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? ചൂടുള്ള വാതകങ്ങൾ, അതിസൂക്ഷ്മങ്ങളായ ജലകണികകൾ, ഖരാവസ്ഥയിലുള്ള കാർബൺ കണികകൾ എന്നിവയുടെ മിശ്രിതത്തെയാണ് നമ്മൾ പുക അഥവാ സ്മോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ്. അഗ്നിയുടെ വിവിധ രൂപങ്ങൾ, ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനമാക്കി അഗ്നിയെ 4 ആയിട്ട് തരംതിരിക്കാം. അപ്പൊ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. അഗ്നിയുടെ വിവിധ രൂപങ്ങൾ, ആകൃതി, വലിപ്പം, വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനമാക്കി 4 ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് പൂൾ ഫയർ എന്ന് പറയുന്നത്. പൂൾ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ പറയുന്നതാണ് പൂൾ ഫയർ എന്ന് പറയുന്നത്. ഇപ്പോൾ പൂൾ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? സ്വിമ്മിംഗ് പൂൾ അല്ലേ? അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ നിരന്ന് കിടക്കുമല്ലേ? അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ എന്താണ് ഇന്ധനമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ധനം മൊത്തം തിരശ്ചീനമായിട്ടുള്ള രീതിയിൽ കത്തുന്നതിനെയാണ് പൂൾ ഫയർ എന്ന് പറയുന്നത്. അതായത് തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ പറയുന്നതാണ് പൂൾ ഫയർ കേട്ടോ. ഈ ഒരു നമ്മുടെ ഇത് കാണുമ്പോൾ, ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, സ്വിമ്മിംഗ് പൂൾ ആണെന്ന് വിചാരിക്കും, അത് കത്തുന്നത് കണ്ടിട്ടില്ലേ? ഇതിനെ പറയുന്ന പേരാണ് പൂൾ ഫയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പഠിച്ചു വെക്കണേ, പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് പൂൾ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെ പറയുന്ന പേരാണ് പൂൾ ഫയർ എന്ന് പറയുന്നത്. ഇതാണ് എക്സാമ്പിൾ കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെയാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോഴേ അറിയാലോ, നമുക്ക് ജെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജെറ്റ് വിമാനമല്ലേ ഓർമ്മ വരുന്നത്. അപ്പൊ ജെറ്റ് വിമാനമായിട്ട് കണക്ട് ചെയ്തോണേ. ജെറ്റ് ഫയർ എന്താണ്? തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്ന് പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്നതാണ് ജെറ്റ് ഫയർ. കണ്ടോ, ജെറ്റിൽ നിന്ന് ജെറ്റ് പോകുന്ന പോലല്ലേ പോകുന്നത്? അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിടത്തില്ലേ ശക്തിയായിട്ട്, ആ പോകുന്ന രീതിയിലല്ലേ, ഒരു ഓർഡറിലല്ലേ പോകുന്നത്? അതിനെ പറയുന്നതാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധനം ജ്വലിക്കുന്നതിനെ പറയുന്നതാണ് ജെറ്റ് ഫയർ എന്ന് കേട്ടോ. ജെറ്റ് വിമാനം പോകുമ്പോൾ ഇതുവല്ലേ ജെറ്റ് ഫയർ, ഈ ഒരു ഫോട്ടോ പോലെ അല്ലേ കാണുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ കണക്ട് ചെയ്തോണം, ജെറ്റ് ഫയർ. ഇനി മൂന്നാമത്തെയാണ് ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താൻ പര്യാപ്തമായ ഇന്ധന ബാഷ്പമോ പൊടിയോ ദ്രാവക ഇന്ധനങ്ങളുടെ സൂക്ഷ്മ കണികകളോ ആവശ്യമാത്ര വായുവിന്റെ സാന്നിധ്യത്തിൽ പെട്ടെന്നും ശക്തിയായും തീവ്രമായും കത്തുന്നതിനെ പറഞ്ഞാണ് ഫ്ലാഷ് ഫയർ കേട്ടോ. ഫ്ലാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് അടിച്ചെടുക്കുമല്ലേ. ഫ്ലാഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് അടിച്ചെടുക്കുന്നല്ലേ. അപ്പോൾ ഈ പെട്ടെന്ന് കത്തി ഒരു സർഫസ് മൊത്തം പെട്ടെന്ന് കത്തുന്നതിനെ പറഞ്ഞാണ് ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഫയർ ബാൾസ്, നാലാമത്തെയാണ് ഫയർ ബാൾസ് എന്ന് പറഞ്ഞാൽ. ഫയർ ബാൾസ് എന്ന് പറഞ്ഞാൽ ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെയാണ് ഫയർ ബാൾസ് എന്ന് പറഞ്ഞാൽ. ഈ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഫയർ ബാൾസ് എന്താണ്? ഗോളാകൃതി കത്തുന്നതിനെയാണ്. അതായത് ഇന്ധന ബാഷ്പവും വായുവും കൂടിക്കലർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെ പറയുന്നതാണ് ഫയർ ബാൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത് നോക്കാം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ, അതായത് അഗ്നിബാധ ഏൽക്കുന്ന വസ്തുവിന്റെ തരം അനുസരിച്ച് തീയെ അഥവാ അഗ്നിയെ 5 തരമായിട്ട് തരംതിരിക്കുന്നു കേട്ടോ. അപ്പൊ അഗ്നിബാധ ഏൽക്കുന്ന വസ്തുവിന്റെ തരം അനുസരിച്ചാണ് 5 രീതിയിലായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഫയറിനെ. ഒന്നാമത്തേത് ക്ലാസ് എ ഫയർ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ക്ലാസ് എ ഫയർ. ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയിൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ അഥവാ കാർബണേഷ്യസ് ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെ പറയുന്നതാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം എന്താണ് കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെ പറയുന്ന പേരാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലെ തീപിടുത്തമൊക്കെ ക്ലാസ് എ ഫയർ തീപിടുത്തത്തിനാണ് ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള ക്ലാസ് എ ഫയർ തീപിടുത്തം ജലം ഉപയോഗിച്ച് അഥവാ കൂളിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് കെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെയാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലെ തീപിടുത്തം ആണ് ഉദാഹരണമായിട്ട് വരുന്നത്. ഈ ക്ലാസ് എ ഫയർ തീപിടുത്തത്തെ നമ്മുടെ ജലം ഉപയോഗിച്ച് കൂളിംഗ് എഫക്റ്റിലൂടെ കെടുത്താൻ സാധിക്കും. നമുക്കറിയാം തടി കത്തിയാൽ എന്താണ് വെള്ളം ഒഴിച്ചൊക്കെ ഇടും, പേപ്പർ കത്തിയാൽ വെള്ളം ഒഴിച്ചൊക്കെ ഇടും, തുണി കത്തിയാൽ വെള്ളം ഒഴിച്ചൊക്കെ ഇടും, പ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ എന്താണ് വെള്ളം ഒഴിച്ചൊക്കെ ഇടും. അതത്രേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എ ഫയർ തീപിടുത്തത്തെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. അപ്പൊ ക്ലാസ് ബി ഫയർ എന്താണ്? ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോൾ, പെയിന്റ് എന്നിവ കത്തുന്നതാണ്. അപ്പൊ ക്ലാസ് ബി ഫയറിന് ഉദാഹരണങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോള്, പെയിന്റ് എന്നിവ കത്തുന്നതിനെയാണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ഇനി പത അഥവാ ഫോം, ഡ്രൈ കെമിക്കൽ പൗഡർ DCP എന്നിവ ഉപയോഗിച്ച് ബി ക്ലാസ് തീപിടുത്തങ്ങളെ ശമിപ്പിക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഫോം കേട്ടോ. പതയോ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡറോ ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലാസ് ബി ഫയറിനെ ശമിപ്പിക്കാവുന്നതാണ്, കെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോള്, പെയിന്റ് എന്നിവ കത്തുന്നതൊക്കെ ക്ലാസ് ബി ഫയറിന് ഉദാഹരണങ്ങളാണ്. ഇനി ക്ലാസ് ബി ഫയർ തീപിടുത്തത്തെ ശമിപ്പിക്കാവുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? പത അഥവാ ഫോം അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ബി ഫയർ തീപിടുത്തങ്ങളെ കെടുത്താൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണ്? ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്ലാസ് സി ഫയർ കേട്ടോ. ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് കേട്ടോ. അപ്പൊ ക്ലാസ് സി ഫയർ എന്താണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം LPG, അസറ്റിലീൻ, ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? LPG, അസറ്റിലീൻ, ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം. ഡ്രൈ കെമിക്കൽ പൗഡർ, അലസവാതകങ്ങൾ അഥവാ ഹാലോൺ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അഗ്നിശമനത്തിന് ഉപയോഗിക്കാം. അപ്പോൾ പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസ് സി ഫയർ. ക്ലാസ് സി ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം LPG, അസറ്റിലീൻ, ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം. ഈ ക്ലാസ് സി ഫയർ തീപിടുത്തങ്ങളെ ഡ്രൈ കെമിക്കൽ പൗഡർ, അലസവാതകങ്ങൾ, ഹാലോൺ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അലസവാതകങ്ങൾ ഉപയോഗിച്ച് കെടുത്താൻ അഗ്നിശമനത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ക്ലാസ് സി ഫയറിൽ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഓർത്തു വെച്ചോണം. ഇനി നാലാമത്തേത് ക്ലാസ് ഡി ഫയർ കേട്ടോ. ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ്. അപ്പൊ ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിൽ കത്തുന്നത് കേട്ടോ. സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ കത്തുന്നതൊക്കെ ക്ലാസ് ഡി ഫയറിന് ഉദാഹരണങ്ങളാണ്. ഇനി കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ പൊട്ടിത്തെറിയും വൻ അപകട സാധ്യതയുമുണ്ട്. അത് പഠിച്ചു വെക്കണം. ക്ലാസ് ഡി ഫയർ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ജലം ഒഴിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിയും വൻ അപകട സാധ്യതയും അവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ പൊട്ടിത്തെറിയും വൻ അപകട സാധ്യതയുമുണ്ട്. ഇനി ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ കെമിക്കൽ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിച്ച് ശമിപ്പിക്കുക കേട്ടോ. അപ്പൊ ഡ്രൈ കെമിക്കൽ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് വേണം ക്ലാസ് ഡി ഫയറിനെ ശമിപ്പിക്കേണ്ടത്. ക്ലിയർ ആണ്? ഇനി അവസാനത്തേത് ക്ലാസ് ഇ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായി ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് കേട്ടോ. അപ്പൊ ക്ലാസ് ഇ എന്ന് പറഞ്ഞാൽ E ഫോർ ഇലക്ട്രോണിക്സ് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ E ഫോർ ഇലക്ട്രോണിക്സ് കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ ക്ലാസ് ഇ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായി ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഇ ഫയർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മുടെ ജ്വലനവും അതുപോലെ തന്നെ ജ്വലനത്തിന്റെ ക്ലാസിഫിക്കേഷന്, പിന്നെ ആകൃതിയിലുള്ള ക്ലാസിഫിക്കേഷന്, പിന്നെ
ഫയറിൻ്റെ പലതരം ഉള്ള ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 1-2 മാർക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ഫയർമാൻ ഫയർവുമൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ അടുത്ത ദിവസം നമ്മളിനി ഓരോ ദിവസം ക്ലാസ് ഇട്ടിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം എന്താണ് നമ്മുടെ ഫയർമാൻ്റെ ഫയർവുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 2ാമത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ നമുക്ക് നിങ്ങൾക്ക് മുമ്പിൽ മാക്സിമം ക്ലാസ്സുകൾ അവതരിപ്പിക്കാനുള്ളൊരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ പരീക്ഷ എഴുതുന്നവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഈ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മൊത്തം ക്ലാസ്സുകളും നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.